നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. സോളാറിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ? നമുക്ക് തീർത്താ തീരാത്ത സംശയമാണ്. എപ്പോഴെപ്പോഴും പുതിയ പുതിയ സംശയങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തു തരാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. ഇത് വാഹിനി ഗ്രീൻ ടെക്നോളജീസിന്റെ ഡയറക്ടർ സൂരജ് കേണോത്ത്. സൂരജ് ഏട്ടൻ നമ്മുടെ കൂടെ നേരത്തെയും ചാനലിൽ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൂരജ് ഏട്ടൻ ഇവിടെ നമ്മളോട് ജോയിൻ ചെയ്യുന്നത് മാർക്കറ്റിൽ നിലനിൽക്കുന്ന കുറേയധികം തെറ്റിദ്ധാരണകൾ, സംശയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ദൂരീകരിച്ച് തരാനായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. ഇതിലേതെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ടൈം കോഡ് നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സോളാർ ഈ ഒരു സമയത്ത് വെക്കുന്നത് ഉചിതമാണോ എന്നുള്ളൊരു സംശയം ആളുകൾക്കിടയിലുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സോളാർ വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് എന്ന് ജനറൽ ആയിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കില് ഇപ്പോൾ ഉള്ള ഒരു ടൈം ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു ടൈം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. സോളാർ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും കോസ്റ്റ് ആണ് മേജർ കൺസേൺ ആയിട്ട് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വെക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നത് നമുക്ക് ടെക്നോളജി, ഏറ്റവും മികച്ച ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. മൂന്നാമത്തെ ആസ്പെക്ട് വരുന്നത് നമുക്ക് സോളാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം പോളിസികൾ ഫേവറബിൾ ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ബെസ്റ്റ് കോമ്പിനേഷൻ നിൽക്കുന്ന ഒരു സമയമാണ് ഇത് വരുന്നത്. ഞാൻ ഇതിനെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സാധനം കൂടെ ഞാൻ ജസ്റ്റ് പറയുന്നു. നമ്മളൊരു കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ആ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ നമ്മുടെ എനർജി കോസ്റ്റ് കൂടി വരികയാണ്. എനർജി കോസ്റ്റ് എന്നുള്ളത് ശരിക്കും കൺസംഷൻ കൂടാണ്. മുന്നേ നമുക്ക് വീട്ടിലാകെ ഒരു ഫാനും ലൈറ്റുള്ള സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 2-3 വർഷം, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ആൾക്കാരുടെ AC ഉപയോഗം കൂടി, ആൾക്കാർ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഡിഷ് വാഷർ അതുപോലെ ഇലക്ട്രിസിറ്റി ഡിപ്പെൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം നന്നായിട്ട് കൂടിയുണ്ട്. അത് കൂടാതെ ഇപ്പൊ നമുക്ക് EV ഒരു 2 വർഷത്തിന്റെ മൊത്തം ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലെങ്കിലും പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എങ്ങനെയായാലും നമ്മളൊരു ഇലക്ട്രിസിറ്റി കൺസംഷൻ യൂസേജ് കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇലക്ട്രിസിറ്റിയോടുള്ള ഡിപ്പെൻഡൻസി കൂടുന്നു എന്നുള്ളത് പോലെ തന്നെ അതിന്റെ ജനറേഷൻ കൂടുക എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതായത് ഡിമാൻഡ് സപ്ലൈ, ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കൂടി വരികയാണ്. അതിനനുസരിച്ച് സപ്ലൈ ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് കൂടും. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് കൂടുമ്പോൾ അതിന് കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ കൂടുതലും പ്രൊഡക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ സോളാറിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ സോളാറിന്റെ ഡിമാൻഡ് കൂടും. അപ്പോഴും അവിടെ ഒരു കോസ്റ്റ് കൂടാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനി തിരിച്ച്, അതായത് ഗവൺമെന്റ് സോളാർ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് പലതരം ഒബ്ലിഗേഷൻസിന്റെ ഭാഗമാണ്. റിന്യൂവബിൾ എനർജി പർച്ചേസ് ഒബ്ലിഗേഷൻസ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ കുറെ ടാർഗറ്റുകളും നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിൽ ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫേവറബിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സബ്സിഡി എമൗണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ കുറഞ്ഞു വന്നുകൊടുക്കുകയാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ സബ്സിഡി പൂർണ്ണമായിട്ട് എടുത്തോളാം. അപ്പൊ നമുക്ക് വീണ്ടും ആ കോസ്റ്റ് കൂടും. അതേപോലെ തന്നെ ഇൻഡസ്ട്രി സൈഡിൽ നോക്കുമ്പോൾ ഇൻഡസ്ട്രിക്കും ഒരുപാട് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് പാനൽ പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. അതായത് 10 വർഷത്തെ ഹിസ്റ്ററി പറഞ്ഞാൽ 2012 സമയത്തൊക്കെ നമ്മൾ സോളാർ പാനൽ വാങ്ങുമ്പോൾ പെർ കിലോ വാട്ടിന് 48,000 രൂപ പാനലിന് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞ് 17 രൂപ പെർ വാട്ടിലേക്ക് എത്തി. പിന്നെ അത് വീണ്ടും ഗവൺമെന്റ് ഒരു പോളിസി ചേഞ്ച് വന്നപ്പോൾ 36 രൂപയൊക്കെ കയറി വീണ്ടും കുറഞ്ഞ് അതിപ്പം 18 രൂപ മുതൽ 24 രൂപ വരെയുള്ള റേഞ്ചിൽ നിൽക്കുകയാണ്. ആ എയ്ഡുകളൊക്കെ എടുത്തു കളഞ്ഞു തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു ചെറിയൊരു വിലക്കയറ്റം എന്നുള്ള സാധനം വരാനുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതിനൊരു നെക്സ്റ്റ് ടെക്നോളജി എന്നുള്ളത്, ഒരു ടെക്നോളജി മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു റിസർച്ച് ഫേസ് എന്ന മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് 10-30 വർഷത്തെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഇൻഡസ്ട്രിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി പറഞ്ഞാൽ ലിഥിയം ബാറ്ററീസ് ആണ്. ലിഥിയം ബാറ്ററീസ് ഒരു 1970കളിൽ വന്നിട്ടുള്ള ടെക്നോളജി. അത് ഇൻഡസ്ട്രിയിൽ സോണി ആദ്യമായിട്ട് ഇറക്കുന്ന സമയത്ത് 1991 ആ ഒരു പീരീഡിലാണ് ഈ സാധനം മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. 20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും ഇന്നും ആ ലിഥിയം ബാറ്ററി ടെക്നോളജി വളരെ ഇമ്മച്ചുവർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ സോളാറിന്റെ സെഗ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം പെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽസ് ആണ് മാർക്കറ്റിൽ ഏറ്റവും മൂവിങ് ആയിട്ട് വരുന്നത്. ആ ഒരു ടെക്നോളജി 1985കളിലാണ് കോയിൻ ചെയ്തത്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ടോപ്കോൺ എന്ന് പറഞ്ഞിട്ട്. ഈ ടോപ്കോൺ 2014 കോയിൻ ചെയ്തതാണ്. ഇപ്പൊ പാനൽ റിലീസ് ചെയ്തതിനകത്ത് കംപ്ലൈൻസിന്റെ എണ്ണം, അതുപോലെ തന്നെ അതിന്റെ ഡിഗ്രഡേഷൻ, അതൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിന്റെ പല പോരായ്മകളും നെഗറ്റീവ്സും നമ്മൾ സഹിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് കുറച്ചൊരു
മെച്ചുവേർഡ് ആയിട്ടുള്ള. അപ്പോൾ ഇനി ഇതിന്റെ വേറെ എഫിഷ്യൻസി സൈഡും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പോളിക്രിസ്റ്റലിന് മോണോയിലേക്ക് പോയി, മോണോന്ന് ഇപ്പൊ ബൈഫേഷ്യലിൽ പോയി, ബൈഫേഷ്യലിന് ടോപ്പ് കോണിലേക്ക് എത്തി. അപ്പൊ നമുക്ക് എഫിഷ്യൻസി പറഞ്ഞാൽ 17% 20, 21, 21, 21, 22% ആ റേഞ്ചിൽ എഫിഷ്യൻസി നിൽക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ഒരു 23% എഫിഷ്യൻസി കൂടാനോ അല്ലെങ്കിൽ വിലയെന്ന് ഈ 17 രൂപയിൽ നിന്ന് താഴേക്ക് പോകാനോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും ടെക്നോളജിയിൽ വരാൻ പോകുന്നില്ല. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇനി വലിയൊരു മാറ്റം, ഒരു 8-10 വർഷം കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ കുറെ സുഹൃത്തുക്കൾ റിസർച്ച് ഇൻഡസ്ട്രി ആ ഒരു ഏരിയയിലുണ്ട്. ഇപ്പൊ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്, ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടുള്ള പാനലുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി എന്താ പറയുക, എലീനെ പിടിക്കുന്ന ഒരു പൂച്ച എന്നുള്ള സാധനം വേണമെങ്കിൽ ഈ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിലിക്കോൺ വേഫർ ബേസ് ചെയ്തിട്ടുള്ള പാനലുകൾ മാത്രമേ ടെക്നോളജി സൈഡിൽ വരാനുള്ളൂ. പോളിസിയിലും 2 വർഷം കൊണ്ട് മിക്കവാറും ഗവൺമെന്റ് സബ്സിഡി നിർത്തും. പിന്നെ അത് കഴിഞ്ഞ് KSEB താരിഫും ഇപ്പോൾ ഉള്ള വളരെ ഫേവറബിൾ ആയിട്ടൊരു താരിഫുള്ള താരിഫും അടുത്ത് തന്നെ മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അടുത്തൊരു 4-5 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ താരിഫ് മാറ്റി സബ്സിഡിയും കളഞ്ഞു കഴിഞ്ഞാൽ സോളാർ വെക്കുക എന്ന് പറയുന്നത് ഒരു വീട്ടുകാരുടെ ഒരു ആവശ്യം പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ വീട് വെക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ, വീട്ടിലൊരു കിണർ ഒഴിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വീട്ടിൽ സോളാർ വെക്കുക എന്നുള്ളൊരു ആവശ്യം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിന്റെ കോസ്റ്റ് മുകളിലേക്ക് കൂടുതൽ താഴേക്ക് വരാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഇപ്പൊ സോളാർ പ്രോജക്റ്റിൽ ഇപ്പൊ ഏറ്റവും 1/3 കോസ്റ്റ് വരുന്ന ലേബറാണ്. ലേബറും ഇനി മുകളിലേക്ക് അല്ലാതെ ലേബർ താഴേക്ക് പോകാനും പോകില്ല. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് വലിയൊരു കോസ്റ്റ് പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല, വലിയൊരു ടെക്നോളജി ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അത്യാവശ്യം നല്ലൊരു സമയമാണ് ഇപ്പൊ ഇങ്ങനത്തെ സോളാർ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട്. അതുപോലെ താരിഫിന്റെ കാര്യം പറഞ്ഞല്ലോ, പബ്ലിക്കിനിടയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ KSEB പറ്റിക്കുന്നു, അതുപോലെ താരിഫിൽ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നു, ഒരുപാട് കാശ് പിഴിഞ്ഞെടുക്കുന്നു, അങ്ങനെയുള്ള കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB താരിഫിന്റെ കാര്യത്തിലൊക്കെ വളരെ ട്രാൻസ്പെറന്റ് ആണ്. എന്ന് മാത്രമല്ല KSEB അല്ല താരിഫ് തീരുമാനിക്കുന്നത്, കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് താരിഫ് തീരുമാനിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള കാശേ KSEBക്ക് വാങ്ങിക്കാനും പറ്റുള്ളൂ. ഇതിന് KSEBിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. കേരളത്തിൽ KSEB മാത്രമല്ല, തൃശ്ശൂർ കോർപ്പറേഷനുണ്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട്. KSEB വാങ്ങിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ആൾക്കാർക്ക് ഇതിന്റെ ബാക്ക് എൻഡിൽ എന്താ നടക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അന്വേഷിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് KSEBിനെ മാത്രമായിട്ട് ബ്ലെയിം ചെയ്യുന്നത്. KSEB തെറ്റായിട്ടോ അല്ലെങ്കിൽ ആളെ പറ്റിക്കുന്ന രീതിയിലോ ഒരു കാര്യം ചെയ്യുന്നില്ല, സത്യമായിട്ടും ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന താരിഫ് റിവിഷനോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മളെല്ലാവരും ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു താരിഫ് വരുള്ളൂ. ഇതിൽ ആൾക്കാർക്ക് ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന കാര്യം നേരത്തെ പറഞ്ഞ സർചാർജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓൾറെഡി റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അത് തന്നെ KSEB വാങ്ങിക്കുന്നുള്ളൂ, അല്ലാണ്ട് അവിടെ ഒരു പറ്റിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാനായിട്ടുള്ള കാര്യം, ഇപ്പൊ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഒരു തുകയായിരുന്നു. അത് താരിഫ് റിവിഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ 2 സൈഡ് ഉണ്ട്. അതായത് ഇത് കസ്റ്റമർക്ക് വലിയൊരു അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ള സൈഡാണ് പറയുന്നത്. അതായത് സിംഗിൾ ഫേസ് കണക്ഷനിൽ 5 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റ് വെക്കുന്നതിന് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ 20 കിലോവാട്ട് വരെയുള്ള സോളാർ വെക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇത് ഡൊമസ്റ്റിക്കിന് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. കമേഴ്ഷ്യലോ ഇൻഡസ്ട്രിയലോ ഒക്കെ ആണെങ്കിൽ കണക്റ്റിലോട് എത്രയാണോ അത്രയും നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 2 പാർട്ട് താരിഫ് സിസ്റ്റം ആണ്. ഈ 2 പാർട്ട് താരിഫ് സിസ്റ്റത്തിൽ ഫിക്സഡ് വേരിയബിൾ, പക്ഷെ ഈ ആക്ച്വലി ഈ ഫിക്സഡ് എന്ന് പറയുന്ന ഒരു സാധനം ഫിക്സഡ് അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു റേഞ്ച് അല്ല കൺഫ്യൂഷൻ. അതൊക്കെ ഈ കൺഫ്യൂഷൻ ഉള്ള പോലെ തന്നെ നമുക്ക് ഇത്രയും റേഞ്ചിൽ പാനൽ വെക്കാൻ പറ്റുന്നതും ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതാണ്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ ജനറലി ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫിക്സഡ് എന്നുള്ള സാധനമാണ്. ഫിക്സഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുന്നുണ്ട്. പണ്ട് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ പക്ക ഫിക്സഡ് ആയിരുന്നു. ഇപ്പോ ഫിക്സഡ് എന്ന് പറയുന്നത് ഈ ഒരു വേരിയബിൾ എലമെന്റ് വരുന്നുണ്ട്. ഇപ്പം എത്ര യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ടോട്ടൽ ഇമ്പോർട്ടിന് അഗേൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫിക്സഡ് ചാർജ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ ആ ഒരു സാധനം ആളുകൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പറ്റിക്കുന്നുള്ളൊരു തോന്നൽ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാം ഒരുപാട് പേര് ഇത് തന്നെ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കമന്റ്സിലാണെങ്കിൽ പോലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കണ്ണുടച്ച് കുറ്റം പറയുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് KSEBിയുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഈ നയങ്ങളിൽ വരുന്ന മാറ്റവും കാര്യങ്ങളൊന്നും പബ്ലിക്കിലേക്ക് എത്തിക്കാനുള്ള വേണ്ട ഒരു പരിപാടി അവർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ
ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KSEB ഒരു ഫേസ്ബുക്ക് പേജും എനിക്കൊന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. പിന്നെ ഇടയ്ക്ക് പത്രത്തിൽ വല്ലപ്പോഴൊക്കെ വരുന്ന വാർത്തകൾ ഒരു വാർത്ത താരിഫ് റിവിഷനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ 100 വാർത്തകൾ KSEB പറ്റിക്കുന്നു അല്ലെങ്കിൽ ബില്ല് കാണിക്കുന്നുണ്ടോ വരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇംപ്രഷനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KSEB കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിട്ട് അവരുടെ താരിഫ് എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത് ശരിക്ക് പഠിപ്പിക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ KSEBയുടെ ഭാഗത്തുനിന്ന് ഒരു വേണ്ടത്ര ഒരു എഫേർട്ട് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഈ ബില്ലിംഗ് സിസ്റ്റത്തിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണം. ഗ്രോസ് മീറ്ററിംഗ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ആർക്കും ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ മെയ് മാസത്തിലാണ് ലാസ്റ്റ് റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിംഗ് ഉണ്ടായിരുന്നത്. ആ സിറ്റിംഗിൽ പോലും റെഗുലേറ്ററി കമ്മീഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് മീറ്ററിംഗ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത്. ഗ്രോസ് മീറ്ററിംഗ് കൂടാണ്ട് KSEB പ്രപ്പോസലിൽ വെച്ചിട്ടുള്ള, അതായത് ഗ്രോസ് മീറ്ററിനേക്കാളും വരാൻ സാധ്യതയുള്ള വേറെ സാധനമാണ് നെറ്റ് ബില്ലിങ്. പക്ഷെ ഇത് രണ്ടും ഒരു അടുത്തൊരു 3-4 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കണം. അതിനുള്ള കാരണങ്ങളും ഞാനത് പിന്നെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇപ്പം പ്രാക്ടിക്കലി നിലവിലുള്ള വേറെ 2 സാധനങ്ങളുണ്ട്. ഇപ്പൊ ഒന്ന് നേരത്തെ പറഞ്ഞ ഈ ഫിക്സഡ് ചാർജ് കൂടി വരുന്ന കേസ്, അതേപോലെ തന്നെ TOD ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം, അതിപ്പോ ഓൾറെഡി എന്താ പറയുക എക്സിക്യൂഷനിൽ ഉള്ളതാണ്. അപ്പം ഞാൻ ഈ 3 സാധനം എക്സ്പ്ലെയിൻ ചെയ്യാം. TOD ബില്ലിംഗ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും ഓരോ തരം ബില്ലിംഗ് വരുന്നത് വെച്ചാൽ നമ്മൾ മൊത്തം ടൈം സോണിന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ നോർമൽ ടൈം എന്നും, വൈകിട്ട് 6 തൊട്ട് രാത്രി 10 വരെ പീക്ക് ടൈം എന്നും, രാത്രി 10 തൊട്ട് രാവിലെ 6 വരെ ഓഫ് പീക്ക് ടൈം എന്നും. ഈ 3 സമയത്തുള്ള കൺസംഷന് 3 തരത്തിലാണ് ഒരു അക്കൗണ്ട് ചെയ്യുക. അതായത് ഇപ്പം പകല് നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ആ 100 യൂണിറ്റ് നമ്മൾ രാത്രി ഈ 6 തൊട്ട് 10 വരെയുള്ള സമയത്ത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് 100 യൂണിറ്റ് ആയിട്ടല്ല കൺസംഷൻ എടുക്കുക, 120 യൂണിറ്റ് ആയിട്ടാണ് കൺസംഷൻ എടുക്കുക. അപ്പൊ നമ്മള് TOD ബില്ലിങ്ങിലാണ് വരുന്നതെങ്കിൽ ഈ 20 യൂണിറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ അഡീഷണൽ കാശ് കൊടുക്കും. ഈ 120 എന്ന് പറയുന്നത് എക്സാക്ട്ലി 100 യൂണിറ്റ് യൂസ് ചെയ്താൽ മാത്രമാണോ, അതോ ഇപ്പൊ ഒരു 90 യൂണിറ്റ്? അതായത് 1.2 ടൈംസ് 120% ആണ്. അതായത് ആ സമയത്ത് ഉപയോഗിക്കുന്ന എനർജീനെ അതിന്റെ 120% ആക്കിയിട്ടാണ് KSEB കണക്കെടുക്കുന്നത്. അതേപോലെ തന്നെ രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 6 മണി വരെയുള്ളതിന് 80% കാണുള്ളൂ. 100 യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് 80 യൂണിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് ബാക്കി നോർമൽ കൺസ്യൂമേഴ്സിനൊക്കെ അതിന്റെ ഒരു പ്രാരംഭ നടപടികളെ വന്നിട്ടില്ല. ഇപ്പൊ മറ്റേ സ്മാർട്ട് മീറ്ററിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഇംപ്ലിമെന്റേഷനിൽ വരും. പക്ഷെ സോളാർ കസ്റ്റമേഴ്സിന് ഇത് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണ്. സോളാർ കസ്റ്റമേഴ്സിന് പക്ഷെ എല്ലാവർക്കും ഇത് വരുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് മറ്റേ ശ്രീലേഖ IPSന്റെ ഒക്കെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് TOD ബില്ലിങ് വരുന്നൊരു സെഗ്മെന്റിലാണ് അവർ കിടക്കുന്നത്. അത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. അതായത് മാസം നെറ്റ് ഇമ്പോർട്ട് വെച്ചാൽ നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 100 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തു, അതേ 100 യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു, കൺസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് 0 ആണ്. നേരെ കുറിച്ച് നമ്മൾ 100 എന്ന് പറയുന്നത് നമുക്ക് 500 വരാം. 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, 500 യൂണിറ്റിൽ ഒരു 200 നമ്മൾ കൺസ്യൂം ചെയ്ത് 300 എക്സ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അഡീഷണൽ കൺസംഷൻ നമുക്ക് വീണ്ടും ഒരു 500 വന്നു എന്ന് വിചാരിക്കാം. അതായത് ഒരു മാസം നമ്മൾ ടോട്ടൽ കൺസംഷൻ പ്രൊഡ്യൂസ് ചെയ്തതും ഉപയോഗിച്ചതും എക്സ്പോർട്ട് ചെയ്തതും എല്ലാം കൂടെ നെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 1000 യൂണിറ്റ് കൺസ്യൂം ചെയ്തു. 1000 അല്ല 1001 യൂണിറ്റ്, 1000 ആയിക്കഴിഞ്ഞ കാര്യമില്ല, 1001 യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ 500 യൂണിറ്റിന് മേലുള്ള അഡീഷണൽ കൺസംഷൻ ഉണ്ടല്ലോ, 500 പ്രൊഡ്യൂസ് ചെയ്തു, 1001 ഉപയോഗിച്ചു, അപ്പൊ 1001 മൈനസ് 500, അപ്പൊ ബാക്കി 501 വന്നു. ഈ 501 യൂണിറ്റ് നമ്മൾ TODയിലേക്ക് എലിജിബിൾ ആക്കും. നേരെ കുറച്ച് അത് 500 താഴെ ആണെങ്കിൽ അത് നോർമൽ താരിഫിൽ തന്നെ ബില്ല് ചെയ്ത് പോകും. ആ നെറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് 500 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി TODയിലേക്ക് ഷിഫ്റ്റ് ആവും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ, അതായത് അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ 1000 യൂണിറ്റ് ഉണ്ടല്ലോ, ഈ 1001 യൂണിറ്റ്, ആ മൊത്തം 1001 യൂണിറ്റും ഈ TODയിലേക്ക് മാറും. അപ്പൊ TODയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബില്ല് പെട്ടെന്ന് വേറെ ലെവലിലേക്ക് എത്തും. അത് ഈ പറയുന്ന മറ്റേ സ്ലാബ് സിസ്റ്റത്തിൽ ഈ പ്രശ്നമുണ്ട്. അതായത് 250 251 ആയി കഴിഞ്ഞാൽ ആണെന്ന് തോന്നുന്നു ഒറ്റയടിക്ക് 201 രൂപയോളം മാറുന്നുണ്ട്.
അതായത് ഈ 251 യൂണിറ്റിനും അടുത്ത സ്ലാബിലെ പേയ്മെന്റ് നമ്മൾ ചെയ്യും. അത് ടെലസ്കോപ്പിംഗ് എന്ന് പറയുന്ന സാധനം, അതായത് 0 തൊട്ട് 50 വരെ, 50 തൊട്ട് 100, 100 തൊട്ട് 150 വരെ എന്ന് പറയുന്നതിന് ടെലസ്കോപ്പിക് സ്ലാബ് എന്ന് പറയും. 250 കഴിഞ്ഞ് ഒറ്റയടിക്ക് നോൺ ടെലസ്കോപ്പിക്, അതായത് 0 to 251 വരെ ഒറ്റ ചാർജിലേക്ക് പോകും. ഇതേപോലെ ഒരു ഷിഫ്റ്റ് തന്നെയാണ് ഈ പറയുന്ന TOD-യിലേക്ക്. അതായത് ഒറ്റയടിക്ക് നമ്മൾ ഈ ബില്ല് ബാലൻസ് ചെയ്ത് പോകുന്ന സാധനം നമ്മൾ TOD-യിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു തരം അൺബാലൻസ് വരും. ഇത് ആണ് നിലവിൽ പ്രാക്ടീസിലുള്ളത്. അതായത് നെറ്റ് ഇമ്പോർട്ട് 500 താഴെ വരുന്ന കസ്റ്റമേഴ്സിന് ആർക്കും ഈ പ്രശ്നമില്ല. നെറ്റ് ഇമ്പോർട്ട് 500 മുകളിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും TOD ബാധകമായിട്ട് വരും. ഓക്കെ. അപ്പൊ മുമ്പേ പറഞ്ഞു വന്നപ്പം വേറെ എന്തോ ബില്ലിങ്ങിന്റെ കാര്യങ്ങൾ. അത് നെറ്റ് ബില്ലിങ്ങും ഗ്രോസ് മീറ്ററിംഗ്. നെറ്റ് ബില്ലിങ്ങും ഗ്രോസ് മീറ്ററിംഗും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമാണ്. അതായത് നെറ്റ് ബില്ലിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ പകല് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിക്കും. 100 യൂണിറ്റിൽ 50 യൂണിറ്റ് നമ്മൾ ആ പകല് തന്നെ ഉപയോഗിച്ച് തീർക്കുകയാണ്. ഈ ഉപയോഗിച്ച് തീർത്ത യൂണിറ്റ്, ഈ 50 യൂണിറ്റ് പകൽ ഉപയോഗിച്ച് തീർത്തത് കഴിഞ്ഞിട്ട് ബാക്കി 50 നമ്മൾ KCB-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ രാത്രി സമയത്ത് ഈ 50 യൂണിറ്റ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഈ രാത്രി ഉപയോഗിച്ച 50 യൂണിറ്റ് ഉണ്ടല്ലോ, ഈ 50 യൂണിറ്റിന് KCB ഇപ്പം നിശ്ചയിക്കുന്ന ഒരു താരിഫ് ഒരു 6 രൂപ 50 പൈസ നിശ്ചയിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ KCB-യിലേക്ക് കൊടുക്കുന്നതിന് 4 രൂപ നിശ്ചയിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പകല് 50 ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് 50 ഉപയോഗിച്ച് തീർത്ത് അതുപോലെ ബാലൻസ് ചെയ്ത് പോകും. പക്ഷേ ഈ KCB-യിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത 50 യൂണിറ്റ് ഉണ്ടല്ലോ, അതിന് നമുക്ക് 4 രൂപ വെച്ചിട്ടേ കിട്ടുള്ളൂ. പക്ഷേ KCB-ന്ന് ഉപയോഗിച്ച 50 യൂണിറ്റ് ഉണ്ടല്ലോ, അഡീഷണൽ ഉപയോഗിച്ച് ആ 50 യൂണിറ്റ് നമുക്ക് 6 രൂപ 50 പൈസ വെച്ചിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, 4 രൂപയും 2.5 രൂപ, ഈ 50 യൂണിറ്റിന് ഏകദേശം 2.5 രൂപ വെച്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് KCB-ക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ഗ്രോസ് മീറ്ററിംഗിലേക്ക് മാറുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ 50 അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ഈ 50 മൊത്തത്തിൽ അവിടെ ഒരേ താരിഫിലേക്ക് കയറിപ്പോ. അതായത് 4 രൂപയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിശ്ചയിച്ച് വന്നതെങ്കിൽ ആ 4 രൂപ മൊത്തം 100 യൂണിറ്റും ഈ 6.5 രൂപ എന്ന് പറയുന്നത് നമ്മൾ മൊത്തം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഈ 50 രൂപയുടെ ഒരു ഡിഫറൻസിനാണ് 2 രൂപ വെച്ച് അടയ്ക്കേണ്ടതെങ്കിൽ ഈ 100 യൂണിറ്റിനും ആ 2.5 രൂപയുടെ ഡിഫറൻസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ ഈ നെറ്റ് ബില്ലിങ്ങിന്റെ കേസും KCB പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഗ്രോസ് മീറ്ററിംഗിന്റെ സാധനം KCB പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ആകെ പ്രാക്ടിക്കലി അപ്രൂവ് ചെയ്തിട്ടുള്ളതും അടുത്തൊരു 3-4 വർഷത്തേക്കെങ്കിലും പോകാൻ സാധ്യതയുള്ളതും ഈ പറയുന്ന TOD-യും വേരിയബിൾ ഫിക്സഡ് ചാർജ് ആ സ്കീമിലാണ്. അതിൽ തന്നെ ഈ TOD-യുടെ സ്ലാബ് കുറച്ചുകൂടെ താഴത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. TOD-യുടെ സ്ലാബ് താഴത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് നമ്മുടെ ബില്ല് റിഫ്ലക്ട് ചെയ്യും. പക്ഷേ ഞാൻ പേഴ്സണലി പല കസ്റ്റമേഴ്സിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TOD-യുടെ കാര്യത്തിൽ പല കസ്റ്റമേഴ്സും കംഫർട്ടബിൾ ആണ്. എന്ന് മാത്രമല്ല TOD കൊണ്ടുവരേണ്ടത് KCB-യുടെ കൂടെ ആവശ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ അത് ഈ സോളാർ വെക്കുന്ന കോണ്ടെക്സ്റ്റിലല്ല. ഇപ്പൊ പല ആളുകളും വൈകിട്ട് ഒരു 6 തൊട്ട് 10 വരെയുള്ള സമയത്തിനുള്ളിൽ EV ചാർജ് ചെയ്യരുതെന്ന് പറഞ്ഞാലും അപ്പൊ തൊട്ട് ആൾക്കാർ ചാർജിന് ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചാർജിന് ഇടുമ്പോൾ തന്നെ KCB-ക്ക് അതൊരു വലിയൊരു ബേർഡനാണ്. സത്യം പറഞ്ഞാൽ ഈ സോളാർ വെക്കുന്ന കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ ബാധ്യത ഈ EV അല്ലെങ്കിൽ അതുപോലെ ഹെവി ലോഡ് വരുന്ന കസ്റ്റമേഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ LED വന്ന ശേഷം വീടിന് ചുറ്റും LED വെക്കുക, സെൻട്രലൈസ്ഡ് ആയിട്ട് AC ചെയ്യുന്ന സമയത്ത് വൈകിട്ട് ഒരു 6 മണി 7 മണി സമയത്ത് AC ഓൺ ചെയ്യുക. അപ്പോൾ KCB-യെ സംബന്ധിച്ചിടത്തോളം ഈ സോളാർ വെക്കുന്നവർ എന്ന് പറയുന്നത് പറയാനുള്ള ഒരു ലോഡ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ശരിക്കുള്ള ലോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹെവി ലോഡ് വരുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതിനെ KCB കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്നേ പറ്റും. അതായത് ഇപ്പോൾ സോളാർ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ടത് യൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ വൈദ്യുതി കൺസപ്ഷൻ കൂടുകയും രാത്രി കാലങ്ങളിൽ അധികമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇപ്പൊ AC ഒക്കെ ആണെങ്കിലും എനിക്കറിയാവുന്ന ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അല്ല, പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ EV പോലുള്ള സാധനങ്ങൾ വന്നിട്ട് വൈകിട്ട് ചാർജ് ചെയ്യുന്നതാണ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ EV എന്ന് പറയുമ്പോൾ വീട്ടിൽ ചാർജ് ചെയ്യാനായിട്ടാണല്ലോ അത് ഉദ്ദേശിക്കുന്നത്. കൂടുതലും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നതിന് പകരം വീട്ടിൽ തന്നെ AC ചാർജിങ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പം രാത്രിയിൽ അത് യൂസ് ചെയ്യരുതെന്ന് ഒരു കസ്റ്റമറോട് നമ്മൾ പറയുന്നത് ഒരു മര്യാദയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോഡ് ഇതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട്. അതായത്
ഇപ്പൊ ആൾക്കാർ എല്ലാവരും വോൾട്ടേജ് ഫ്ലക്ച്വേഷനെ കുറിച്ചും KCBയുടെ പവർ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ ഘോരഘോരം പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അവനവന്റെ സൈഡ് നോക്കുന്നില്ല. അതായത് KCB പണ്ട് തൊട്ടേ പറയുന്നതാണ് ഈ വീടുകൾ 3-phase കണക്ഷൻ. കാരണം 3-phase കണക്ഷൻ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ആ ലോഡ് ബാലൻസ് ചെയ്ത് ട്രാൻസ്ഫോമർ ലോഡ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും മറ്റേ റോട്ടറി ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചിട്ട് സിംഗിൾ ഫേസിലായിരിക്കും മിക്ക വീടുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലൈൻ മാത്രം ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദൂരമുള്ള പല വീടുകളിലും പ്രോപ്പർ ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഈ EV പീക്ക് ടൈമിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് സിംഗിൾ ഫേസ് ആണ് ആ ലോഡ് വരുന്നത്, 3-phase അല്ല ചാർജിങ് സാധനം. അപ്പൊ സിംഗിൾ ഫേസിൽ 3 കിലോവാട്ട് അല്ലെങ്കിൽ 7 കിലോവാട്ട്, ഇപ്പൊ പല ചാർജേഴ്സ് 7 കിലോവാട്ട് 13 കിലോവാട്ട് വരെയുള്ള ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് സിംഗിൾ ഫേസ് ലോഡാണ്. ആ സിംഗിൾ ഫേസ് ലോഡ് ഈ പീക്ക് ടൈമിൽ വരുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഗംഭീരമായിട്ട് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്നതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സിസ്റ്റം ഡിസൈൻ, അതിനാണ് TOD ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. TOD വന്നു കഴിഞ്ഞാൽ ഈ 6 തൊട്ട് 10 വരെയുള്ള സമയത്ത് നല്ല താരിഫ് കൊടുത്ത് ഞാൻ സമയത്ത് ആരും ഇത് ഓൺ ചെയ്യാൻ നിൽക്കില്ല. അല്ലെങ്കിൽ ആളുകൾക്ക് ടൈം, അതുപോലെ ടൈമർ എന്തെങ്കിലും ടൈമർ വേണ്ട ആവശ്യമില്ല. TOD ബില്ലിങ് വന്നു കഴിഞ്ഞാൽ ഈ എനർജി മീറ്ററിൽ തന്നെ ഇതിന്റെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് EV ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ബില്ലിങ് കയറും. അതായത് ഈ 10 മണി 6 തൊട്ട് 10 വരെ ചാർജ് ചെയ്യുന്ന EV 10 തൊട്ട് 6 എന്നുള്ള രീതിയിൽ മാറ്റി കഴിച്ചാൽ അപ്പം ഒരു യൂണിറ്റിന് 80% ചാർജ് കൊടുത്താൽ മറ്റേ 120% ചാർജ് കൊടുക്കണം. അപ്പോഴും അതാ ഞാൻ പറഞ്ഞ കൺവീനിയൻസ് ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈമർ സോക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ രീതിയിലേക്ക് ആൾക്കാർക്ക് മാറാവുന്നതാണ്. അപ്പൊ ഇനി നിലനിൽക്കുന്ന ഒരു സംശയം സബ്സിഡിയുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ചിലര് പറയുന്നു പണ്ടത്തെക്കാളും കൂടുതൽ സബ്സിഡി ഇപ്പം ഉണ്ടെന്നുള്ളത്. പക്ഷെ ചില ആൾക്കാർ നേരെ മറിച്ചും അഭിപ്രായപ്പെടുന്നുണ്ട്. സത്യാവസ്ഥ എന്താണ്? കുറെ ആൾക്കാർ സബ്സിഡി ഉടായ്പാണ്. സത്യത്തില് അങ്ങനെയൊന്നും ഇല്ല. സബ്സിഡി കുറഞ്ഞിട്ടുണ്ടോ വെച്ചാൽ സത്യമായിട്ടും കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഏകദേശം 1.25 ലക്ഷം രൂപ വരെ സബ്സിഡി ഉണ്ടായിരുന്നു. ആ 1.25 ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 10 കിലോവാട്ട് വരെയുള്ള പ്രൊജക്ടുകൾക്കാണ്. ഇപ്പൊ സബ്സിഡി വന്നിട്ട് 3 കിലോവാട്ട് വരെയുള്ള പ്രൊജക്ടുകൾക്കേ ഉള്ളൂ. അപ്പൊ മാക്സിമം സബ്സിഡി എമൗണ്ട് എന്ന് പറഞ്ഞാൽ 78,000 രൂപയാണ്. അപ്പോൾ 1.25 ലക്ഷം രൂപ അപേക്ഷിച്ച് 78,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ ടെക്നിക്കലി സബ്സിഡി എമൗണ്ട് കുറയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ തിരിച്ചൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 5 കിലോവാട്ടിന്റെ മുകളിലേക്ക് പ്ലാന്റ് വെക്കുന്ന എല്ലാ ആളുകളും റീസണബിളി അത് കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് സോളാറിലേക്ക് പോകുന്നത്. അതായത് 5,000-6,000 രൂപയ്ക്ക് മുകളിൽ ബില്ലുള്ള ആളുകളാണ്, മന്ത്ലി ബില്ലുള്ള ആളുകളാണ് സോളാറിലേക്ക് കൂടുതലായിട്ടും പോകുന്നത്. അവർക്ക് ഈ പറയുന്ന 5 കിലോവാട്ട് വെച്ചാൽ പോരാ 10 കിലോവാട്ടെങ്കിലും വെക്കേണ്ടി വരും. അപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ ആ പ്ലാന്റ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് ഗവൺമെന്റ് പ്രാക്ടിക്കലി അതിനെ സബ്സിഡി കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നേരെ തിരിച്ച് കുറച്ചുകൂടെ താഴത്തേക്ക് വരുമ്പോൾ ഈ 2 കിലോവാട്ട് 3 കിലോവാട്ട് 5 കിലോവാട്ട് എന്നുള്ള സെഗ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇപ്പോഴും മാർക്കറ്റിലെ റേറ്റും ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റുമായിട്ട് അതുകൊണ്ട് മാച്ച് ചെയ്ത് പോകണില്ല. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സബ്സിഡി 3 കിലോവാട്ടിലേക്ക് മാത്രമായിട്ട് ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് സോളാർ വ്യാപിക്കുന്ന അനുസരിച്ച് ഗവൺമെന്റ് സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് 10 കിലോവാട്ട് വരെ ഉണ്ടായിരുന്ന സബ്സിഡി ഇപ്പോൾ 3 കിലോവാട്ടിലേക്ക് കുറച്ചു. അപ്പൊ ടോട്ടൽ സബ്സിഡി എമൗണ്ട് കുറഞ്ഞു. പക്ഷെ 3 കിലോവാട്ട് വെക്കുമ്പോൾ പെർ കിലോവാട്ട് 30,000 രൂപ വരെ സബ്സിഡി എമൗണ്ട് വന്നു. നേരത്തെ 14,000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ 30,000 രൂപയായി. അപ്പോൾ 3 കിലോവാട്ട് വെക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി എമൗണ്ട് കൂടി. 5 കിലോവാട്ട് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി എമൗണ്ടിൽ വലിയ മാറ്റം വന്നിട്ടില്ല. 10 കിലോവാട്ട് വെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി എമൗണ്ട് കുറഞ്ഞു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്നുണ്ട് സബ്സിഡി ഇല്ലാണ്ട് സോളാർ ചെയ്ത് ഇതിലും കുറച്ച് ചെലവിൽ ചെയ്യാൻ പറ്റുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. അതായത് സബ്സിഡി പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഗവൺമെന്റ് ഒരു പാർട്ടിയാണ്. അപ്പൊ ഗവൺമെന്റ് ഈ പ്രോജക്റ്റ് 5 വർഷങ്ങളിൽ വൃത്തിയായിട്ട് ഓടണം എന്നുള്ളതിന്റെ പുറത്ത് ഇതിന്റെ ഇൻസ്റ്റലേഷനിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാമ്പ് പേപ്പർ ഒരു എഗ്രിമെന്റും പറഞ്ഞിട്ടുണ്ട്. സബ്സിഡി ഇല്ലാതെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പൊ മെയിൻ്റനൻസ് ഹെഡേക്ക് കാര്യമായിട്ട് നമ്മൾ ബാധിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ഉള്ള പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ DCR പാനലുകൾ ഉപയോഗിക്കണം. DCR പാനൽ ഉപയോഗിക്കുമ്പോൾ പെർ വാട്ട് ഏകദേശം 6 രൂപ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 5 കിലോവാട്ടിന്റെ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ 6-30,000 രൂപയുടെ വ്യത്യാസം പാനലിന്റെ കാര്യത്തിൽ സബ്സിഡിയുള്ള സിസ്റ്റം സബ്സിഡി ഇല്ലാത്ത സിസ്റ്റം തമ്മിലുണ്ട്. 10 കിലോവാട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡിഫറൻസ് പിന്നെയും താഴേക്ക് പോകും. അതായത് സബ്സിഡി എമൗണ്ടിന് തത്തുല്യമായൊരു കോസ്റ്റ് ഡിഫറൻസ് തന്നെ പാനലിൽ വരും. അതുകൊണ്ട് 10 കിലോവാട്ടിന്റെ പ്രോജക്റ്റിലൊന്നും സബ്സിഡി നോക്കാതിരിക്കുകയാണ് പ്രോജക്റ്റ് ചെയ്യാൻ നല്ലത്. പക്ഷെ ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെന്റുകളിലേക്ക് സബ്സിഡി എമൗണ്ടിൽ വ്യത്യാസം, അതുകൊണ്ട് അവർക്കിത് ബാധകമല്ല. പക്ഷെ
ഒരു സിംഗിൾ വീട്ടിൽ 10 കിലോ വാട്ടോ അതിൽ കൂടുതലോ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സിഡി ഇല്ലാതെ ചെയ്യാണ് കൂടുതൽ. അത് മെയിൻ ആയിട്ട് പറയാൻ കാര്യം കാലതാമസം ഒക്കെ ഉള്ളതുകൊണ്ടാണ്. കാലതാമസം മാത്രമല്ല, അതിനകത്ത് ആ പ്ലാന്റിന്റെ ഉപയോഗിക്കുന്ന പാനലിന്റെ ഒക്കെ കാര്യങ്ങളോട് ചേർത്തിട്ട് ഇമ്പോർട്ടഡ് പാനൽസ് ആണ് അപ്പം അതിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് സബ്സിഡി ഉള്ള സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയാ, അത് രണ്ട് ടാലി ആയി പോകും. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറെ വർക്ക് അറൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിൽ ചെയ്യാൻ പറ്റും. എത്രമാത്രം ഇത് ലീഗലാണെന്ന് അറിയില്ല, പക്ഷെ അത് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് 10 കിലോ വാട്ടിന്റെ ഇൻവേർട്ടർ വെച്ചിട്ട് 3 കിലോ വാട്ടിന്റെ പാനൽ സബ്സിഡി പാനൽ വെച്ച് ബാക്കിയുള്ള പാനൽ സബ്സിഡി ഇല്ലാതെ പാനൽ വെച്ച് കഴിഞ്ഞാലും ഇതുവരെ അതിനെ MNR ഒബ്ജക്ട് ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 2-3 ഹിയറിംഗിൽ അത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തുള്ളൊരു ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് സിസ്റ്റം ഡിസൈൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 2 തരം പാനലുകളൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. 2 തരം പാനൽ വെക്കുന്ന സമയത്ത് അതിന്റെ സർക്യൂട്ട് വയറിങ്ങിനകത്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് 5 കിലോ വാട്ടോ അല്ലെങ്കിൽ ചില മിക്കവാറും പ്ലാന്റുകളിൽ നമുക്ക് കപ്പാസിറ്റി കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡി ഒഴിവാക്കാൻ തന്നെയാണ് ശ്രമിക്കാറ്. അതുപോലെ തന്നെ ആളുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം ഓൺ ഗ്രിഡ് ചെയ്യുന്നത് നഷ്ടമാണ്, ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെ പറഞ്ഞ് പരസ്യമുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ലാഭം ഇതാണ്, ഇതിലും ബെറ്റർ ഇതാണ്, അങ്ങനെ ഒരു ഇതുണ്ടോ? അതോ യൂസറുടെ ചോയ്സ് അനുസരിച്ച്? ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് 2-3 തരം കോസ്റ്റ് നമ്മൾ സോളാർ വെക്കുമ്പോൾ പിന്നെ ഇതിന്റെ ലൈഫ് ലോങ് റണ്ണിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ലൈഫ് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബാറ്ററി എത്ര കാലം വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളുടെ കാര്യം എക്സ്പീരിയൻസിൽ 3-4 വർഷത്തിനുള്ളിൽ ബാറ്ററി ഫുൾ അൺയൂസബിൾ ആയിട്ട് പോയ കേസുകളുണ്ട്. സൈറ്റുകൾ പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ 8 വർഷം വരെ ഉപയോഗിച്ച ബാറ്ററിയുള്ള കേസുകളുണ്ട്. പക്ഷെ എന്നാലും ഓൺ ആൻഡ് ആവറേജ് നമുക്ക് ഒരിക്കലും ബാറ്ററിക്ക് 5 വർഷത്തിൽ കൂടുതൽ ലൈഫ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെഡ് ആസിഡ് സിസ്റ്റം വെച്ചിട്ടുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് 8 വർഷത്തെ വാറണ്ടി ഉണ്ട്. മൈക്രോ ഇൻവേർട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 മുതൽ 25 വർഷം വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള സിസ്റ്റംസ് ആണ് ഇൻവേർട്ടേഴ്സിൽ വരുന്നത്. പാനലിൽ 12 വർഷത്തെ പെർഫോമൻസ് വാറണ്ടി. പാനലിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓഫ് ഗ്രിഡിൽ നമുക്ക് 5 വർഷമാണ് ഇൻവേർട്ടർ വാറണ്ടി മാക്സിമം കിട്ടും. 3 വർഷം മാക്സിമം 5 വർഷം. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഓഫ് ഗ്രിഡിന് നമുക്ക് ഒരിക്കലും മുടക്ക് മുതൽ തിരിച്ച് കിട്ടാനേ പോകുന്നില്ല. ഓഫ് ഗ്രിഡ് അത് ഒരു ബാക്കപ്പ് സൊല്യൂഷൻ ആ രീതിക്ക് മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ കുറച്ച് നമ്മളിപ്പോ ഹൈബ്രിഡ് ചെയ്യാണ്. ഹൈബ്രിഡ് കുറച്ചൊരു ലക്ഷറിയാണ്. ഇന്നത്തെ ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ റീസണബിളി നല്ലൊരു ലക്ഷറിയാണ്. കാരണം ഹൈബ്രിഡ് ഇൻവേർട്ടറിന്റെ വില കൂടുതലാണ്. 2, ഞാൻ ഈ ഓഫ് ഗ്രിഡിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ബാറ്ററി ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ലിഥിയം ബാറ്ററീസ് ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഈ ലിഥിയം ബാറ്ററീസിനകത്തുള്ളൊരു ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പലതരത്തിലുണ്ട് ലിഥിയം ബാറ്ററീസിൽ. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് മാർക്കറ്റിൽ വരുന്ന വെച്ചാൽ സെക്കൻഡ് ലൈഫ് ബാറ്ററീസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അതായത് വാഹനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റത്തിൽ ഉപയോഗിച്ചിട്ട് കംപ്ലൈന്റ് വന്നതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ബാറ്ററി മൊഡ്യൂളുകൾ ഒഴിവാക്കിയത്. പക്ഷെ മൊത്തം പാക്കിൽ നിന്ന് ബാറ്ററി മൊഡ്യൂളുകൾ ഒഴിവാക്കിയത്. രണ്ടാമത് നമ്മൾ റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ റീസ്ട്രക്ചർ ചെയ്ത് എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം അത്തരം സെക്കൻഡ് ലൈഫ് ബാറ്ററീസ് വരുന്ന സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരാണ്. അപ്പോൾ സെക്കൻഡ് ലൈഫ് ബാറ്ററീസ് വെച്ചിട്ട് ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്ന കുറേ സ്കീമുകളുണ്ട്. മെയിൻ ബ്രാൻഡിന്റെ ബാറ്ററി പാക്ക് എടുത്തിട്ട് അതിനകത്ത് സെക്കൻഡ് ലൈഫ് ബാറ്ററി കൊണ്ട് വളരെ മോശപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ് എനിക്ക് കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ അത്തരം കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലിഥിയം ബാറ്ററിയുടെ കേസിൽ ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മൊത്തം പാക്കേജിന്റെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു ഇപ്പോൾ ചില ബ്രാൻഡുകൾ ഹൈബ്രിഡ് ഇൻവേർട്ടറും ബാറ്ററിയും ഒറ്റ പാക്കായിട്ട് ഇറക്കുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനീസിന്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തലവേദന. കാരണം അവര് 10 വർഷം പ്രോപ്പർ വാറണ്ടി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള വാറണ്ടി ടേംസ് പറയുന്നത്. പിന്നെ 10 വർഷം വരെ കമ്പനി ഉണ്ടാവണമെന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ എന്നാലും അങ്ങനെ വളരെ ട്രാൻസ്പെറൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് എടുത്തു കഴിഞ്ഞാൽ വലിയ തെറ്റില്ല. അല്ലാത്ത കേസിൽ ഹൈബ്രിഡ് പോയി കഴിഞ്ഞാൽ റീസണബിളി നല്ലൊരു ഓഫ് ഗ്രിഡിന്റെ ഡബിൾ സൈസിലുള്ള ലക്ഷറി ആയിരിക്കും ഹൈബ്രിഡ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഹൈബ്രിഡ് ചെയ്യുന്ന സമയത്തും ന്യൂട്രി സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യണം. 3 ഫേസിനകത്ത് ന്യൂട്രൽ ലൂപ്പിംഗ് വരാൻ പാടില്ല. ഐസൊലേറ്റഡ് ന്യൂട്രൽ വേണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സിസ്റ്റം പെർഫോമൻസ് റിലയബിൾ ആവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ലോഡ് ബാലൻസ് ചെയ്യണം. അതായത് ഒരു 5 കിലോവാട്ടിന് മുകളിലുള്ള ഇൻവേർട്ടേഴ്സ് ഒക്കെ 3 ഫേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് വീട്ടിലെ വയറിങ് വാലിഡേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് ട്രബിൾ ഷൂട്ട് ചെയ്ത് ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇൻവേർട്ടർ മിസ്ബിഹേവ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഹൈബ്രിഡ് ഇൻവേർട്ടർ നമ്മൾ ഓൾറെഡി ഇൻവേർട്ടർ വെക്കുന്നതിന് ചുമ്മാ കയറി വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ബാക്ക് ഫയർ ചെയ്യും. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അതിന് ടോട്ടലായിട്ട് അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ ഒരു കോസ്റ്റും
സാധ്യത നല്ല കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാം. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റിങ് പലരും പല എമൗണ്ടിന് ചെയ്ത് കൊടുക്കാന്ന് പറയും. ചിലർ 1.5 ലക്ഷം എന്ന് പറയുന്നുണ്ട്, ചിലർ ഒരുപാട് റേറ്റ് പറയുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രെയിം ഒന്ന് പറയാം. ഡിപ്പെൻസ് ആണ് ഹൗ ഡു യു ആക്സെപ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന സമയത്ത് സോളറിങ് പാനലും സിസ്റ്റമൊക്കെ വെച്ച് ചെയ്ത് പോയാൽ മതി, മെയിൻ്റെനൻസ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാ ഈ ആവശ്യമില്ലാണ്ട് മറ്റേ എർത്തിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം കോസ്റ്റ് ഒരു പ്രൈമറി കൺസേൺ ആണെങ്കിൽ ഇപ്പം വീടുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്ങിന് ചെയ്യുമ്പോൾ പോലും മറ്റേ 2 അടിയുടെ ഒരു GI പൈപ്പ് വെച്ച് തള്ളിക്കൂട്ടി എർത്തൊക്കെ അടിച്ച് ചെയ്യുന്ന പോലെ ഈ കാരണം 5 കിലോവാട്ടിന്റെ താഴെയുള്ള പ്രൊജക്റ്റിലൊന്നും എർത്ത് ലൈറ്റിംഗ് അറസ്റ്റ് ഇതൊന്നും മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി സിംപ്ലി പാനൽ, ഇൻവേർട്ടർ, അതിന് ബേസിക് ആയിട്ടുള്ള ഒരു DB, ഒരു DB ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഒരു 1.5-2 ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് 3 കിലോവാട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ആ കമ്പനിക്ക് അവരുടെ ഒരു ഓപ്പറേഷണൽ മാർജിനുണ്ട്. കാരണം വെച്ചാൽ സർവീസും മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ ഡീസെന്റ് ആയിട്ട് ഈ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കേസിലാണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പാനലിന് ഒരു ഏകദേശം ഒരു പെർ വാട്ട് DCR പാനലിൽ ഒരു 24 രൂപ ആ റേഞ്ചിൽ കിട്ടുന്ന സ്കീമാണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.25 ലക്ഷം രൂപ എന്തായാലും കണക്കാക്കിയേ പറ്റും. കുറച്ചുകൂടെ ഒരു വൃത്തിയുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് സ്കീമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.25 കഷ്ടിയാണ്. ഓപ്പറേഷൻ മാർജിനൊക്കെ പേരിനെ ഉണ്ടാവുള്ളൂ. ഇനി ഇത് തന്നെ നമ്മൾ മൈക്രോ ഇൻവേർട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് ഏകദേശം വരുമ്പോഴത്തേക്ക് ഒരു 3-3.25 ലക്ഷം രൂപയോളം പോകും. പിന്നെ നമുക്കത് വീണ്ടും കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് പൂർണ്ണമായും സബ്സിഡി ഒഴിവാക്കി REC എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഹൈബ്രിഡിലേക്ക് ബാറ്ററി കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് 3.5-4 ലക്ഷം രൂപ വരെ നമുക്ക് വേണമെങ്കിൽ എത്തി. അതായത് നമ്മൾ എങ്ങനെ അത് സിസ്റ്റം ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഇൻ ജനറൽ ഒരു മാർക്കറ്റ് ട്രെൻഡ് കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നതും ഒരു പരിധിയായി ഞാനും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നതും ഈ പറയുന്ന ഒരു 2.25 ലക്ഷത്തിന് മുകളിൽ ചെയ്യുന്ന 2.25 പ്ലസ് ഒരു 2 ആ റേഞ്ചിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവും. അതാകുമ്പോൾ നമുക്ക് കുറച്ച് റിലയബിൾ ആയിരിക്കും. മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2.25-2.5 വാങ്ങി എന്നുള്ളത് കൊണ്ട് ആൾക്കാർ നല്ല സിസ്റ്റം ചെയ്ത് തരണം എന്ന് നിർബന്ധമില്ല. ഈ പേരും പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യാതില്ല. അപ്പം ഒന്ന് ഈ പറയുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്തായാലും കാണും. 2 എന്ന് പറയുന്നത് ചെയ്തു തരുന്ന കമ്പനി അവർ പ്രോപ്പറായിട്ട് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടോ, അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെ പ്രോട്ടോകോൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ. നമുക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്വാളിറ്റി എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പം വ്യൂവേഴ്സിനോട് ഒന്ന് സജസ്റ്റ് ചെയ്യാം. വഹ്നി ഗ്രീൻ ടെക്നോളജീസ് എന്നുള്ള ചാനലുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ ലിങ്ക് ചെയ്തേക്കാം. ഇതിൽ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് കണ്ടന്റുകളാണ് സൂര്യചേട്ടൻ ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, പ്രൊഡക്ഷൻസ് ഒക്കെ ഇവിടെ നിന്നാണ്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി നോക്കുക, എങ്ങനെയുണ്ട് വീഡിയോസിനൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് റെസ്പോൺസ് ഒക്കെ അറിയിക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നമ്മൾ കുറെ കൂടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ലോങ് വീഡിയോസിന്റെ 2 നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ടെക്നിക്കൽ കാര്യങ്ങളല്ല, പോളിസി മാറ്റേഴ്സ് ആണ്. ടെക്നിക്കൽ നമ്മളിപ്പോൾ കുറച്ച് റീൽസ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എന്താന്ന് കണ്ടാലല്ലോ. അപ്പൊ അത് പഠിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് താരിഫിന്റെ കാര്യങ്ങൾ കിട്ടിയില്ല, പോളിസികളുടെ കാര്യങ്ങൾ. അപ്പോൾ അതും നമ്മൾ കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയാണ് അതിനകത്ത് പറയുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസൈറ്റ്സ് ഒക്കെ തന്നു. നമ്മുടെ സംശയങ്ങളെല്ലാം ഒരു പരിധി വരെ ആൻസർ ചെയ്തു അല്ലേ? അല്ല, ഒരു പരിധി വരെ അല്ല, അങ്ങേറ്റം വരെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഒരു മണിക്കൂറിന് പറയാനുള്ളതുണ്ട് സൂര്യചേട്ടനെ. പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷെ എല്ലാ ഓഡിയൻസും നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് പോയാൽ ഇഷ്ടപ്പെടുമെന്ന് പറയില്ല. കാരണം ഞാൻ ടോപ്പ് കോണിന്റെ ഒക്കെ ഫെയിലർ എന്തുകൊണ്ടാണ് അത് ഫെയിലർ വരുന്നത് അതൊക്കെ സ്വന്തം ചാനലിൽ നമുക്ക് കേട്ടോ. അതിനകത്ത് ഇതുപോലുള്ള ഇൻഡെപ്ത് കണ്ടന്റുകളാണ് സൂര്യചേട്ടൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ തീർച്ചയായിട്ടും ഒന്ന് നോക്കിയേക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ, അതിന് മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം. അല്ല, എനിക്കൊന്ന് കമന്റ്സ് ഈ സാധനങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കുറച്ച് ടൈറ്റ് ആണ്. അപ്പം നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വിളിക്കുക, എൻക്വയറി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയും
മലയാളം ടെക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.